तुझे ढूंढ ढूंढ के रोया था मैं, तू ना मिला थे कभी बाहों में, अब मेरी दुआओं में किस बात की है ये सजा। ഈ ടീമിനെ കുറിച്ചിട്ട് അല്ല നിങ്ങളെ ഈ ബാൻഡിനെ കുറിച്ചിട്ട് മാരേജിന് മുമ്പ് ജിനി പറഞ്ഞതല്ലാണ്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് താല്പര്യമില്ലായിരുന്നു അന്ന്. അങ്ങനെ പറയുന്ന സത്യം. നിങ്ങള് എത്ര പേരാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പലപ്പോഴും ഞാൻ ജിനി പറയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, അവൾക്ക് ഇത്രമാത്രം സ്വാധീനിക്കാൻ നിങ്ങൾക്ക് എന്താ ഉള്ളതെന്ന്, ഇത്ര സ്പെഷ്യൽ എന്ന് എത്രയോ തവണ ചിന്തിച്ചിട്ടുണ്ട്. എന്നാ എന്റെ മാരേജിന് ശേഷമാണ് എന്റെ ഭർത്താവ് ഒരു ഐഡലാണെന്ന്, അതില് ബിടിഎസിലെ ഒരു അംഗമാണെന്ന് ഞാൻ അറിഞ്ഞത്. അതും ജെന്നി മുഖേന. അതിന്റെ ക്യൂരിയോസിറ്റി കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് ഇറങ്ങി തിരിച്ചത്. നിങ്ങളെ കുറിച്ച് അറിഞ്ഞ ആ നിമിഷം കൊണ്ട് എനിക്ക് എന്റെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരവും കിട്ടി. എന്തുകൊണ്ടാ ജെനി നിങ്ങൾക്ക് ഇത്രമാത്രം സ്പെഷ്യൽ ആയി പോയത്? സോറി, അങ്ങനെയല്ല, എനിക്ക് എത്രമാത്രം നിങ്ങൾ സ്പെഷ്യൽ ആണെന്ന്. നിങ്ങളെ കുറിച്ച് എനിക്ക് അറിയാൻ ശ്രമിക്കാതിരുന്നതിലെ എന്റെ ലൈഫില് ഒരു വലിയ പരാജയമായിട്ട് എനിക്ക് തോന്നിയപ്പോൾ ജിമിച്ചായ ഇച്ചാൻ ചോദിച്ചില്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്ക് എങ്ങനെയാണെന്ന്, എന്ത് സ്ഥാനമാണ് നിങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ടുള്ളതെന്ന്. ജൂണേട്ടൻ എനിക്കെന്നല്ല, ഓരോ ആർമീസിനും പ്രിയപ്പെട്ട ഒരാളാണ്. ഹിസ് മോട്ടിവേഷൻ മേക്ക് മീ സ്ട്രോങ് ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഇൻ മൈ ലൈഫ്. ഹി ഈസ് ദ ബെസ്റ്റ് ലീഡർ. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടത് വെച്ച് അദ്ദേഹത്തെക്കാൾ വലിയൊരു പുവർ സോൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. തൻ്റെ സ്വന്തം അനിയന്മാർക്ക് ഒരു അച്ഛനായിട്ടും ഒരു ബ്രദറായിട്ടും ഒരു നല്ല ലീഡറായിട്ടും നിങ്ങളെ നോക്കി നിങ്ങൾക്ക് മോട്ടിവേഷൻ തന്ന് നിങ്ങളെ ഇത്രമാത്രം നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അദ്ദേഹം എത്ര നല്ല മനുഷ്യനായിരിക്കണമെന്ന് ചിന്തിച്ചൂടെ എനിക്ക്. അദ്ദേഹം സഹിച്ച ഓരോ വാക്കുകളും പ്രവൃത്തികളും വേദനകളും അദ്ദേഹം സഹിച്ച് എത്രമാത്രം സഹിച്ചു. അതൊക്കെ സഹിച്ചിട്ടല്ലേ അദ്ദേഹം ഇവിടെ എത്തിയത്. കിം നംജോൺ എന്ന വ്യക്തിയെ ഓരോ ആർമിക്കും നെഞ്ചിലേക്ക് സ്നേഹിച്ച് we proudly say that he is the best leader forever and ever, and also is my role model. असर अब करता तेरी राहत तुझसे, मेरी चाहत तुझसे, मुझे बस यही रह जाना। लगी है तेरी आदतें मुझे जब से, है तेरे बिन पल भी बरस लगते। बुलावे तुझे यार आज मेरी गलियां, बसाऊं तेरे संग मैं अलग दुनिया। जो होवे तू उदास मुझे देखे हंस दे, तू चाहे मेरे हक की जमीन रख ले, तू सांसों पे भी नाम तेरा लिख दे। मैं जीऊं जब जब तेरा दिल धड़के। അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കോൺഫിഡൻസ് എവിടെന്നെങ്കിലും കിട്ടോ, മറ്റാർക്കെങ്കിലും കിട്ടോ, അത് വേറെ ലെവലാ. He's our moon. Each and every second he stole every army heart with his moon smile. ഏറ്റവും മുതിർന്ന വ്യക്തിയാണെങ്കിൽ പോലും തന്റെ സഹോദരങ്ങൾക്കൊപ്പം തമ്മിൽ ചിരിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്യുകയും ചെയ്യുന്ന അദ്ദേഹം തന്നെ അവരുടെ തെറ്റുകൾ കൊണ്ട് ശകാരിച്ച് അവർക്ക് നേർവഴി കാട്ടിവർക്കുകയും ചെയ്യുന്ന ദ ബെസ്റ്റ് ബ്രദർ ഞങ്ങളുടെ ചിന്നേട്ടനാണത്. ഓരോ വിജയത്തിലും അതിന് നന്ദി വാക്കില് ആർമിയെ ഉൾപ്പെടുത്താൻ ഞങ്ങളെ ചിന്നേട്ടൻ മറക്കാറൊന്നുമില്ല എപ്പോഴും. അത് മാത്രമല്ല, തന്റെ ബ്രദേഴ്സിനെ മറപ്പിക്കലുമില്ല. അതാണ് ഞങ്ങളുടെ ചിന്നേട്ടൻ. He's the best brother and the moon of the every army's life. Forever. Find my. My church is away. First of all, here's my bias.
And I was safe at gate. ഞങ്ങളെ യോഗിച്ചിനെ പറ്റി പറയാൻ വാക്കുകളൊന്നും മതിയാകില്ല. തന്റെ സങ്കടങ്ങളും വേദനകളും എല്ലാം ഉള്ളിലൊതുക്കി ഒരു കോൾഡ് ഫേസ് ഇട്ട് നടക്കുന്ന ഞങ്ങളെ യോഗിച്ചനെ മറ്റുള്ളവർക്ക് അറിയുള്ളൂ. അന്ന് കേട്ടോ അദ്ദേഹം ഒരു കോൾഡ് ആൻഡ് ഹാർട്ട്ലെസ് പേഴ്സൺ ആയിരുന്നു. എന്നാൽ ആർമി നോ ദാറ്റ് ഹിസ് പെയിൻ ഹി ഹൈഡ് ബൈ ഇസ്മായിൽ. പക്ഷേ തന്റെ വേദനകളെ ഉള്ളിലൊതുക്കി തന്റെ അനിയന്മാരെയും ആർമീസിനെയും ചിരിപ്പിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു യോഗിച്ചനെ അവർക്കറിയില്ലായിരുന്നു. തന്റെ ഓരോ പരാജയങ്ങളും അതിലുണ്ടായ വേദനയേറിയ മുറിവുകളും സ്വയം ഉള്ളിലൊതുക്കി തന്നെ സ്നേഹിക്കുന്ന തന്റെ അനിയന്മാരുടെ സ്നേഹം കൊണ്ട് മാത്രം മുമ്പിൽ കണ്ട് യോഗിച്ചൊരു സംഗീതം എന്ന സ്വപ്നത്തെ നേടാനിറങ്ങി. Now he proved that hard work makes you successful. Now he is the fastest rapper, songwriter, producer and one of the member of world most famous boy band in BTS. കൂടെ അദ്ദേഹത്തിന്റെ പാരൻസിന് മുമ്പിൽ പ്രൗഡായി നിന്നു. ഇപ്പോൾ the most prettiest strongest man I have ever seen. യോഗിച്ച, we love you and we proud of you. പിന്നെ എന്റെ ഹോപ്പേട്ടൻ, he's our sunshine. ഞങ്ങളുടെ ഹോപ്പേട്ടൻ is the one of the motivator. അവഗണനകളും കുത്തുവാക്കുകളും എല്ലാം ഏറ്റുവാങ്ങി തന്റെ ജീവിത സ്വപ്നത്തിന് തന്റെ മാതാപിതാക്കളുടെ സപ്പോർട്ട് പോലും ഇല്ലാഞ്ഞിട്ട് ഞങ്ങളുടെ ഹോപ്പിച്ചൻ പിന്മാറിയില്ല. തന്റെ സ്വപ്നത്തിന് വേണ്ടി ഹോപ്പിച്ചൻ ഒത്തിരി പരിശ്രമിച്ചു. ഹോപ്പിച്ചന്റെ പരിശ്രമത്തിനൊടുവിൽ കിട്ടിയ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടിയിൽ പോലും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് കുത്തുവാക്കുകളും അവഗണനകളും മാത്രമായിരുന്നു. ഹോപ്പിച്ചൻ കാരണം മറ്റുള്ള മെമ്പേഴ്സിനും കൂടെ വേദനിക്കാതിരിക്കാൻ അദ്ദേഹം തന്റെ ലക്ഷ്യത്തെ പോലും അദ്ദേഹം ഉപേക്ഷിച്ച് പിന്മാറാൻ ശ്രമിച്ചു. എങ്കിലും തന്റെ അനിയന്മാരുടെ സ്നേഹത്തിന് മുമ്പിലെ എല്ലാ അവഗണനകളും വേദനകളും തന്റെ സംശയം പോലുള്ള പുഞ്ചിരിയിൽ സ്വയം മായ്ച്ചു കളഞ്ഞു. തന്നെ കുറ്റപ്പെടുത്തിയവർക്കും തന്നെ തള്ളി പറഞ്ഞവരെ കൊണ്ടും എല്ലാവരെ കൊണ്ടും അദ്ദേഹം ഇന്ന് പറയിപ്പിച്ചു കിങ് ഓഫ് ദ ഡാൻസർ, ദ മെമ്പർ ഓഫ് ദ BTS ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് റാപ്പർ. പിന്നെ എന്റെ ഹോബിച്ചന്റെ ആ സൺഷൈൻ സ്മൈൽ ഉണ്ടല്ലോ, അത് എല്ലാ ആർമിസിനെയും ശരിയാക്കും. പിന്നെ അടുത്ത എന്റെ ചിമ്മിച്ചാൻ. ഈ ചായനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്നത് അല്ലേ ഞങ്ങള് പ്രൗഡായി ചോദിക്കുന്ന ഒരു ചോദ്യമാകും. ഡു യു ഹാവ് എ ഏഞ്ചൽ? ബട്ട് ആർമി ഹാവ് എ ഇസവച്ചിന. ഒരു നോട്ടം കൊണ്ട് പോലും അദ്ദേഹം ആരെയും ഇതുവരെ വേദനിപ്പിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല. സ്വയം വേദനിക്കുന്നതല്ലാതെ തന്റെ വേദനകളെ കണക്കിലെടുക്കാതെ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് ഞങ്ങളുടെ ചിന്തിശീലി. തന്റെ കുഞ്ഞി കണ്ണുകളെ പുഞ്ചിരിച്ച് തന്റെ മധുരമേറിയ സ്വരത്തില് മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഞങ്ങളുടെ ഏഞ്ചലാണ്. And our flirting and hot best game is his smile make every happy. Also, his smile make me comfort every time. Chimichaya, you are such an angel. My angel, love you. പിന്നെ ഞങ്ങളുടെ തേങ്ങ, അവ ബേബി തേങ്ങ. തേച്ചായ, നിങ്ങളെ കുറിച്ച് പറയുവാണെങ്കിൽ BTS എന്താന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടു തുടങ്ങിയ ഒരാളാണ് നിങ്ങൾ. എല്ലാവരും ഞാൻ നിങ്ങളുടെ അനിയത്തിയാണെന്നാ എന്നോട് പറയലേ. ആദ്യം എനിക്കത് പ്രത്യേകിച്ചൊരു വലിയ കാര്യമല്ലായിരുന്നു. പിന്നീട് എപ്പോഴോ എന്റെ സ്വന്തം ബ്രദറായി തേച്ചായി മാറിയിരുന്നു. ഒരു ബ്രദർ ഇല്ലാത്ത സങ്കടം നിങ്ങൾ പോലും അറിയാതെ എനിക്ക് നിങ്ങൾ മാറ്റി തന്നു. എനിക്ക് നിങ്ങൾ ആരാണെന്ന് അറിയില്ലായിരുന്നു. BTS എന്താണെന്ന് അറിഞ്ഞതിലൂടെ ഞാൻ അറിഞ്ഞു എന്റെ ബ്രദറായിരുന്നു എന്ന്. തേനെ കുറിച്ച് അറിഞ്ഞ ആ നിമിഷം ഞാൻ ഒരു പെങ്ങളെന്ന നിലയിൽ ഒരു ബ്രദറിനെ കുറിച്ച് ഓർത്ത് ഞാൻ ഒത്തിരി അഭിമാനിച്ചു. തേച്ചായ, you are the best brother for me forever and ever. Thank you for being a best brother for me. And the last one is the golden magnet of the BTS, Army Baby Bunny.
And the one and only, my husband, Mr. John Jacob. And the reason why I try not about videos. നിങ്ങളുടെ പെണ്ണിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് പറ്റില്ല. എന്തായാലും എന്റെ പെങ്ങളെ ഞാൻ എല്ലാരെയും കുറിച്ച് പറഞ്ഞതല്ലേ, അപ്പോ അവന്റേതായിട്ട് കുറക്കണ്ട. അത് മാത്രമല്ല നിന്റെ ഒരേ ഒരു കിട്ടിയവനല്ലേ. ഓക്കെ, പിന്നെന്താ, ഞാൻ പറയാം. നിങ്ങളുടെ ചേക്കനെ പറ്റി പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ടല്ലോ. ദ ഗോൾഡൻ മാർക്കിന്, ഇന്റർനാഷണൽ പ്ലേ ബോയ്, ഹോട്ടസ്റ്റ് മാൻ, ബണ്ണി ബേബി, അങ്ങനെ അങ്ങ് തുടങ്ങി ആർമിസിന്റെ കണ്ണിനുണ്ണിയല്ലേ മിസ്റ്റർ ജിയോൺ ജേക്കബ്. അതെന്താ ആർമിക്കുള്ളിൽ മാത്രമാണോ? അതെന്താ നിന്റെ ആരാ അപ്പൊ? അതിന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അത് ഞങ്ങൾക്കറിയാം, എന്റെ ഹസ്ബൻഡ് ആണെന്ന്. പക്ഷേ നിനക്ക് അവൻ ആരെന്ന് ഞങ്ങൾ ചോദിച്ചു. അത് ഹീസ് മൈ ഹസ്ബൻഡ്. ഇത് മതി, ബാക്കി പിന്നെ പറയാം. അയ്യടാ മോളെ, ഇങ്ങോട്ട് അവിടെ നിക്ക്, ബാക്കി പറഞ്ഞിട്ട് പോയാ മതി എന്റെ പെങ്ങള്. ജയ മോളെ, നിനക്കറിയോ, ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല നീ ഇതുവരെ ഒരു ആർമി അല്ലായിരുന്നു, പെട്ടെന്നാണ് ഒരു ആർമി ആയത്. ഈ ഒരു കുറച്ച് സമയം കൂടെ തന്നെ നീ ഞങ്ങളെ കൊണ്ട് മനസ്സിലാക്കിയത് ഇത്രമാത്രമാണെങ്കിൽ ഞങ്ങൾക്ക് എന്താ പറയേണ്ടെന്ന് പോലും അറിയില്ല മോളെ. ഈ ഒരു നിമിഷത്തെ ഞങ്ങൾ എത്രയോ വർഷം ബാക്കോട്ട് പോലും പോയി, ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുത്തു. ബട്ട് താങ്ക് യു സോ മച്ച്. ഈ ഒരു സമയം കൊണ്ട് നീ ഞങ്ങളെ മനസ്സിലാക്കിയത് കുറച്ച് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ പറ മോളെ, നിനക്ക് അവനെ ഇഷ്ടമല്ലേ? ഞങ്ങളുടെ ചേക്ക് പാവല്ലേ, അവന് നിന്നെ നന്നായി നോക്കൂലേ? അതെ, നിങ്ങളുടെ ചേക്ക് അല്ല എന്റെ ചേക്ക് പാവാണ്. പിന്നെന്താ നീ അവനെ കുറിച്ച് മാത്രം പറയാത്തെന്താന്ന് ചോദിച്ചാ അതിനൊരു റീസണെ കാണും. A word can never describe that how much I love him. The world hurt again and again with his love. He cared for me a lot. He made me happy each and every second. താങ്ക് ഗോഡ്. എനിക്കിത് മാത്രം കേട്ടാ മതി. അപ്പോ യു ലവ് ഹിം റൈറ്റ്? Yes, I madly love him. ഈ സംസാരം തുടങ്ങിയത് മുതൽ അവസാനം വരെ മറ്റൊരാളും കൂടെ ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അയിനോ ഈ പാട്ട് വെറും എന്തോ ആയിപ്പോയല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇഷ്ടമായോന്ന് അറിഞ്ഞൂടാ. ഇഷ്ടമായില്ലെങ്കിൽ കമന്റ് വേണം. എന്തോ എൻ്റെ മൈൻഡിൽ ഇതെനിക്ക് ആഡ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എല്ലാവരെ കുറിച്ചും ഒന്ന് പറയുന്ന ചെറിയ ഭാഗമായിട്ട്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെന്നായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായില്ല എങ്കിൽ സോറി. ആൻഡ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് എപ്പിസോഡ് ഇനി ഒരു 2 എപ്പിസോഡേ ഉണ്ടാവുള്ളൂ. ആ 2 എപ്പിസോഡും കുറച്ച് കണ്ടന്റ് വരുന്നുണ്ട്. സോ നിങ്ങളെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞില്ലെന്ന് പറയരുത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ലാസ്റ്റ് 2 എപ്പിസോഡിൽ ഉറപ്പായിട്ടുണ്ടാകുന്നതാത്ത എപ്പിസോഡാണ്. ഞാൻ അങ്ങനെയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാട്ടോ. പിന്നെ ഈ എപ്പിസോഡ് ഇഷ്ടമായത് കമൻറ്റ് ഫോർ മീ. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് എവിടെയെല്ലാം നിങ്ങൾക്ക് അറിയാനും അറിയാത്തവർക്കെങ്കിലും കമൻറ്റ് ഇടാം. ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ചാനൽ അങ്ങനെ ആരും അറിഞ്ഞിട്ടില്ല ഉള്ളത്, മാറ്റിയതാരും അറിഞ്ഞിട്ടില്ല. സോ നിങ്ങളെല്ലാവരും